അല്ല, അങ്കിൾ ഇവിടെയും കേസ് വിസ്താരമാണെന്ന് തോന്നുന്നല്ലോ. ആന്റിയുടെ മുഖം കണ്ടപ്പോ എനിക്കെങ്ങനെ തോന്നി. ആന്റി പാവമാണേ, ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കാവൂ. യമുന ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോ ബാലേട്ടൻ വന്നു. പണിക്കർ ചേട്ടന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാ? സംബന്ധം ചെയ്യാൻ. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ സംബന്ധം ചെയ്താൽ ശുദ്ധ അസംബന്ധമാവുകയുള്ളൂ. ആ പിന്നെ കുഞ്ഞിന് വളരെ നിർബന്ധമാണെങ്കിൽ ആ പൂജാമുറി അടിച്ചു തളിക്കാനും വിളക്ക് തേച്ച് തിരിയിടാനും ഒരു 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 10-16 വയസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വേണ്ടില്ല. 16 പകരം ഒരു 17 ആയാലോ? അത് ഇത്തിരി ഒരു അധികപ്പറ്റാവില്ലേ? എന്നാലേ ആ പൂതിയങ്ങ് മനസ്സിലിരിക്കട്ടെ കേട്ടോ. ബാലേട്ടാ, ബാലേട്ടാ. യമുന സാറായിരുന്നോ? അടിയനൊരല്പം വൈകി. ഇത്തവണത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഓ, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഉണ്ട്. പറയൂ. പ്രൊസീഡ്. വിവരമില്ലാത്തൊരു പെണ്ണിനെ പ്രേമിച്ചു എന്നല്ലാതെ അടിയൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രേമിച്ചു എന്നല്ലാതെ വിവാഹം കഴിക്കാവുന്ന അടിയൻ ബോധിപ്പിച്ചിട്ടില്ല. അടിയനെ വെറുതെ വിടണം. സാധ്യമല്ല. അങ്ങനെ പറയരുതേ, അത് കുറെ കഷ്ടമാണ്. നിങ്ങളെ ഞാൻ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ കഴിഞ്ഞുകൊള്ളണം. അയ്യോ, അത് കുറെ കടുത്ത ശിക്ഷയായി പോയി. അത് വെറും തടവോ കഠിന തടവോ? അതികഠിനമായ തടവ്. അതികഠിനമായ തടവാകുമ്പോ അതിമധുരമായിരിക്കുമല്ലോ. പറയട്ടെ, വിടുന്നത് ആന്റി വരുന്നു. കോടതി വളപ്പിൽ വെച്ച് അമ്മണിയെ കണ്ടിരുന്നു. എന്നെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിയാതിരിക്കും? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ആ അമ്മയും മകനെയും കൊലക്കേസും കൂടെ നമ്മുടെ ബെഞ്ചിൽ തന്നെ വന്ന് കയറി. ഇനി എന്തൊക്കെ സംഭവിക്കും? എവിടെ ചെന്ന് അവസാനിക്കാവോ? ഒന്ന് നോക്കിയാൽ ബാലൻകുഞ്ഞിനെ കുറ്റം പറയാനും പറ്റില്ല. ഉണ്ണി ആരാന്ന് ബാലൻകുഞ്ഞിന് അറിയാമോ? നമുക്കൊട്ട് പറയാനും പറ്റില്ല. ആ ഉണ്ണി രക്ഷപ്പെട്ടില്ലെങ്കിൽ അമ്മണിയുടെ കാര്യം മഹാ കഷ്ടാവും. ഓരോരുത്തരുടെ വിധി നോക്കണേ. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ മഹാപാപാവും. ബാലൻകുഞ്ഞിനോട് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. എന്തൊക്കെ വന്ന് സംഭവിക്കാവോ? ശക്തമായ പ്രഹരം തലക്കേറ്റിട്ടാണ് വിക്രംപിള്ള മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കൊല്ലുവാനുള്ള ഉദ്ദേശം
പ്രതിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനാദ്യമായി അമ്മിണിയുടെയും ഉണ്ണിയുടെയും കുടുംബ പശ്ചാത്തലം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അമ്മിണിക്ക് ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണി. അങ്ങനെയുള്ള അമ്മിണിയുടെ വീട്ടിൽ വിക്രമപിള്ള ഒറ്റയ്ക്ക് കടന്നു വന്നു. ഡു യു ഫോളോ മീ? യെസ് യെസ്. അപ്പോ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് എനിക്ക് ബാലനുമായി അല്പം സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് കുറെ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് വരാം. അത് പോരാ. ഇനി ഈ കേസ് സംബന്ധമായി നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറയുന്നത് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ. ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി നീ ഇനി ചിന്തിക്കരുത്. പ്രോസിക്യൂട്ടർ ജോലി അത്ര വലിയ പദവിയൊന്നുമല്ലല്ലോ. ശ്രമിച്ചാൽ അതിലും വലിയ പദവി നേടാനുള്ള യോഗ്യത നിനക്കുണ്ട്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാലചന്ദ്രൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെക്കണം. രാജിവെക്കാൻ എന്തിന്? ഞാൻ പറഞ്ഞു കഴിയട്ടെ. രാജിവെച്ച ശേഷം ഉണ്ണിയുടെ കേസ് നീ ഏറ്റെടുത്ത് വാദിക്കണം. ഉണ്ണിയുടെ കേസോ? അതെ, ഉണ്ണി നിരപരാധിയാണ്. ഉണ്ണിയെ രക്ഷപ്പെടുത്തണം. കൊലക്കുറ്റം ചുമത്തി പ്രതിക്കൂട്ട് നിൽക്കുന്ന ഉണ്ണി നിരപരാധിയാണെന്നോ? ആയിക്കൂടുന്നില്ലല്ലോ. അച്ഛന്റെ പദവിയിലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ മുൻവിധി എഴുതരുത്. ബാലേന്ദ്ര, തെറ്റും ശരിയും നിന്നെക്കാൾ കൂടുതലായി എനിക്കറിയാം. ഞാൻ പറയുന്നതനുസരിക്കണം. എങ്ങനെയും ഉണ്ണിയെ രക്ഷിച്ചേ പറ്റൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നീതിശാസ്ത്രത്തിന്റെ അർത്ഥവും ആഴവും ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, എന്റെ അച്ഛനിൽ നിന്നുകൂടിയാണ്. നീ തർക്കിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. അല്ല, സത്യങ്ങളാണ് പറയുന്നത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വാദിഭാഗത്തേക്കുന്ന എനിക്ക് അച്ഛന് വേണ്ടിയാണെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ മാറാൻ കഴിയില്ല. എന്റെ മനസ്സാക്ഷി ഞാൻ അനുവദിക്കുന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിന്റെ തീരുമാനം മാറ്റുന്നതാണ് നല്ലത്. ഇല്ലച്ഛാ, ഞാൻ അച്ഛന്റെ മകനാണ്. ജഡ്ജി രഘുരാമന്റെ മകന്റെ തീരുമാനത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കൂടാ. ബാലചന്ദ്ര, അച്ഛന്റെ വിശ്വാസം എന്തു തന്നെയായാലും എന്റെ നോട്ടത്തിൽ ഉണ്ണി കുറ്റവാളിയാണ്. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. ബാലചന്ദ്ര, നിനക്ക് ദുഃഖിക്കേണ്ടി വരും. അച്ഛൻ പറയുന്നതാ കുഞ്ഞെ ശരി. അത് പണിക്കരിയേട്ടൻ എങ്ങനെ അറിയാം? ബാലകുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അച്ഛനെ എനിക്കറിയാം. ഈ കേസിന്റെ കാര്യത്തിൽ മാത്രം അച്ഛനെന്താ ഒരു പ്രത്യേകത? ഒന്ന് കാണാതെ മറ്റൊന്ന് അദ്ദേഹം പറയില്ല. നമ്മൾ തോട്ടിയുടെ തുമ്പത്ത് കാണുന്നത് അദ്ദേഹം തൂശിയുടെ തുമ്പത്ത് കാണും. അതേ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞ് അച്ഛനെ അനുസരിക്കണം. എന്തോ എനിക്കതിന് കഴിയുന്നില്ല.